ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഏത്തപ്പഴം കൊണ്ട് ഒരു അടയാണ്. അതിന് വേണ്ടിയിട്ട് നന്നായി പഴുത്ത 2 പഴം നമ്മൾ എടുത്തു. ഒരു പാൻ ചൂടായപ്പോൾ പാനിനകത്തേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ചു. നെയ്യ് മെൽറ്റായപ്പോൾ കാഷ്നട്ടും കിസ്മസും നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചു. അതിനുശേഷം പുഴുങ്ങി അരിഞ്ഞു വെച്ചിരുന്ന പഴം നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് നന്നായി ഇളക്കി. ശർക്കര ഞാൻ നേരത്തെ തന്നെ ഉരുക്കി വെച്ചിരുന്നു. ആ ശർക്കര പാനി നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു നന്നായി ഇളക്കി പഴം ഒന്ന് ഉടച്ചെടുത്തു. അതിനുശേഷം നമ്മൾ പിന്നെ ജീരകവും ഏലക്കായും പൊടിച്ചതിട്ടു. തേങ്ങ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടു. ഞാൻ ഒരു തേങ്ങയാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. തേങ്ങയും പഴവും ശർക്കര പാനിയും കൂടി നന്നായി മിക്സ് ചെയ്തു. അതിനുശേഷം നമ്മൾ അരിപ്പൊടി കുറേശ്ശെ ഇട്ട് ഇളക്കി. ഒന്നിച്ച് അരിപ്പൊടി ഇട്ടാൽ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി കുറേശ്ശെയാണ് ഇട്ടത്. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന കാഷ്നട്ടും കിസ്മസും ഇതിനകത്തേക്ക് ഇട്ട് ഇളക്കി. ഇലയട ഉണ്ടാക്കുന്നതാണ് എനിക്കിഷ്ടം. അതിന് വേണ്ടിയിട്ട് ഞാൻ വാഴയില എടുത്തിട്ട് അതിനകത്ത് നെയ്യ് പുരട്ടിയിട്ട് ഈ മിക്സ് അതിനകത്ത് ഇട്ടിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വേവിച്ചു. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻസ് അറിയിക്കാനായിട്ട് മറക്കരുത്. ലൈക്കും കമൻറ്റും തരണേ. ഇങ്ങനെ പഴുത്തു പോയ പഴം ആരും കളയാതെ ഇതുപോലെ അടയോ കൊഴുക്കട്ടയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഉപയോഗിക്കാം.